ഈസ്റ്ററിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. പാതിര കുർബാനയുടെ പ്രസംഗം നീണ്ടുപോയത് കാരണം രാവിലെ കുർബാന കഴിഞ്ഞ് വന്നപ്പം ഈസ്റ്ററിന് ഇത്തവണ വേറെ പരിപാടിയൊന്നും ഇല്ലാത്ത തന്നെ നേരെ മലയാറ്റൂർക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇത്തവണ നമ്മളോട് ഒരു പുതിയ അതിഥിയുണ്ട്. കുൽസു എന്നാണ് ആളുടെ പേര്. കുറച്ചങ്ങ് ചെന്നപ്പോഴേക്കും കുൽസു ഉറക്കായിട്ടോ. കുറേ തിരക്കുകൾ കാരണം ഈ വീഡിയോ ഒന്നും ഇടാൻ പോലും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഇത്രയും വൈകിയത്. ഈസ്റ്ററിൻ്റെ അന്ന് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇത്തവണ നമ്മുടെ ഫാമിലി ഫുള്ളായിട്ടാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ കുറച്ചൊരു കാറിലും ബാക്കിയുള്ളവർ ബൈക്കിലായിട്ടാണ് കേട്ടോ വരുന്നത്. ആരോഗ്യ കൂടുതൽ കാരണം ഞാനൊരു വടിയും കുത്തിപ്പിടിച്ചാണ് ഇത്തവണ കയറാൻ പോകുന്നത്. പണ്ടത്തെ പോലെയല്ല, പഴയ പോലെ ആ ഒരു എനർജി ഒന്നും ഇപ്പം ഇല്ല. അങ്ങനെ നമ്മൾ അടിവാരത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് കയറാണ് കേട്ടോ. കഴിഞ്ഞ തവണ ചെരുപ്പില്ലാണ്ടാണ് കയറിയത്. ഇത്തവണ ഒരു നേർച്ച പോലെ ചെരുപ്പില്ലാണ്ട് തന്നെയാണ് ഞാൻ കയറുന്നത്. അങ്ങനെ ചെരുപ്പൊക്കെ ഒരു മരത്തിന് ചുവട്ടിൽ സേഫായിട്ട് വെച്ചിട്ട് പയ്യെ മല കയറാൻ തുടങ്ങി. ഈ ഒന്നാം സ്ഥലം എത്തുന്നവരെ കുറച്ച് പാടുണ്ട്. പിന്നെ നമ്മൾ നന്നായിട്ട് കയറി പോട്ടോ. പിന്നെ ഇത്തവണ വടിയുള്ള കാരണം എനിക്ക് അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. മരങ്ങളൊക്കെ ഉള്ള കാരണം അത്രയ്ക്ക് വെയിലിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. എന്നാലും വേനൽക്കാലമല്ലേ, അതിൻ്റെതായ ക്ഷീണം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ സ്ഥലത്ത് റെസ്റ്റ് എടുത്താണ് കയറിക്കൊണ്ടിരുന്നത്. പിന്നെ ഷുഗർ കുറഞ്ഞു പോകാണ്ടിരിക്കാൻ ചെറിയ ചോക്ലേറ്റും കാര്യങ്ങളും വെള്ളവും എല്ലാം ആയിട്ടാണ് കേട്ടോ ഞാൻ കയറിയത്. ഇനി മലയാറ്റൂരിനെ കുറിച്ച് അറിയില്ലാത്തവർക്കാണെങ്കിൽ വിശുദ്ധ തോമസിലേക്ക് സ്ഥാപിച്ച പ്രധാനപ്പെട്ടൊരു തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ. യേശുവിൻ്റെ ശിഷ്യന്മാരെ സുവിശേഷം പ്രസംഗിക്കാൻ ലോകമെമ്പാടും പോയപ്പോൾ ഇന്ത്യയിലേക്ക് വന്നത് തോമസിലേക്കാണ് കേട്ടോ. AD 52 കൊടുങ്ങല്ലൂരാണ് അദ്ദേഹം ആദ്യം വരുന്നത്. അങ്ങനെ അദ്ദേഹം മലയാറ്റൂരിലും എത്തി. അങ്ങനെ മലയാറ്റൂരിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കിടയിൽ ശത്രുക്കളിൽ നിന്ന് ആക്രമണം ഉണ്ടായപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഓടിക്കയറിയതാണ് ഈ മലമുകളിലേക്ക്. അവിടെ വെച്ച് അദ്ദേഹത്തിന് കാവലായി നിന്നത് വന്യമൃഗങ്ങളാണ് കേട്ടോ. അവിടെ വെച്ച് ദാഹിച്ചപ്പോൾ അദ്ദേഹം കയ്യിലിരുന്ന വടി ഉപയോഗിച്ച് പാറമേലടിച്ച് ഒരു നീരുറവ ഉണ്ടാക്കി. ആ കിണർ ഇപ്പോഴും മലമുകളിലുണ്ട് കേട്ടോ. തോമസിലേക്ക് അവിടെ നിന്ന് പോയ ശേഷം അവിടെ നായാടിനെത്തിയ മലയരന്മാർ ശ്രമിക്കാൻ മലമുകളിൽ ചെന്നപ്പം ഇവിടെ ഒരു കുരിശടയാളവും ആ കുരിശടയാളത്തിൽ നിന്ന് രക്തം വരുന്നത് കണ്ടു. അവർ അവിടെയുള്ള നാട്ടുകാരെയൊക്കെ അറിയിച്ചു. കുരിശടയാളം കണ്ട സ്ഥലത്താണ് ഇപ്പോഴത്തെ പൊന്നിൻ കുരിശിരിക്കുന്നത്. പ്രാർത്ഥിച്ച് മല കയറിയാൽ പൂർണ്ണ ദണ്ഡവിമോചനം എന്താണ് കേട്ടോ ഇവിടുത്തെ വിശ്വാസം. അങ്ങനെ നമ്മൾ മലമുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇതാണ് കേട്ടോ ആനകുത്തിയ പള്ളി. മലമുകളിലെ ഏറ്റവും പുരാതനമായ കപ്പേളയാണിത്. ആ സമയത്ത് ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ടായിരുന്നപ്പം ആന കുത്തിയ പള്ളിയാണിത്. ഇതിൻ്റെ ഭിത്തിയിലൊക്കെ ആന കുത്തിയ പാടുണ്ട് കേട്ടോ. അങ്ങനെ പള്ളിയിലൊക്കെ കയറി വഴിപാടൊക്കെ ഇട്ട് കുറച്ചു നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ചിട്ട് താഴേക്ക് യാത്ര തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പൊന്നുംകുരിശ്. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് തോമാശ്ലീഹയുടെ പാദമുദ്രയാണ് കേട്ടോ. തോമാശ്ലീഹയുടെ കാൽപ്പാടുകളാണ് കേട്ടോ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പള്ളിയിലൊക്കെ ആയിരുന്നു നമ്മൾ താഴേക്ക് മല ഇറങ്ങാൻ പോവാണ് കേട്ടോ. താഴേക്ക് ഇറങ്ങുന്ന വീഡിയോസൊന്നും ഇല്ല. എല്ലാവരും നല്ല ടയേർഡും വിശപ്പൊക്കെ ആയിരുന്നു. താഴേക്ക് പെട്ടെന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ എത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ.